റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ മേപ്പാറയിൽ പ്രകൃതി സംരക്ഷണവും പകർച്ചവ്യാധി പ്രതിരോധവും നടന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. റോട്ടറി ക്ലബ്ബ് കട്ടപ്പന അപ് ടൗണിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന സഹകാർ മെഡിക്കൽസിന്റെയും സഹകരണത്തോടെയാണ് സുന്ദരഗ്രാമം മേപ്പാറ എന്ന സന്ദേശവുമായി മേപ്പാറയിൽ പ്രകൃതി സംരക്ഷണവും പകർച്ചവ്യാധി പ്രതിരോധവും സംഘടിപ്പിച്ചത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ പ്രോഗ്രാമിന്റെ യോഗത്തിന്റെ അധ്യക്ഷൻ റോട്ടറി ക്ലബ്ബ് ഓഫ് അപ് ടൗണിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് റോട്ടറി മനോജ് അഗസ്റ്റിൻ, യോഗത്തിന് സ്വാഗതം ആശംസിച്ച് നമ്മോട് സംസാരിച്ച വാർഡിലെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീ പ്രിയ ജോമോൻ, ആശംസ അർപ്പിക്കാനായി എത്തിയിരിക്കുന്ന കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ബിന്ദു മുതുക്കുട്ട്, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ശ്രീ രാജലക്ഷ്മി അനീഷ്, മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ റോയ്, ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററായ റോട്ടേറിയൻ കെ എ മാത്യു, നന്ദി അറിയിച്ച് നമ്മളോട് സംസാരിക്കുന്ന റോട്ടേറിയൻ സെക്രട്ടറി കൂടിയായ ശ്രീ പ്രദീപ് മണി, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ CDS കുടുംബാംഗങ്ങളെ, അതുപോലെ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ, പ്രിയ റോട്ടേറിയൻസ്, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ, ഓട്ടോറിക്ഷ തൊഴിലാളികളെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴിവിടെ സ്വാഗത പ്രസംഗത്തിലും മധ്യസ്ഥ പ്രസംഗത്തിലുമൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗ്രാമം എത്ര സുന്ദരമായിരിക്കണമോ എന്ന ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, അതിനുവേണ്ടി നല്ല ഒരു ശ്രമം കൂടി നടത്തണം. നമുക്കറിയാം, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇത്രയും മാലിന്യം നമ്മുടെ കൺമുന്നിൽ കിടന്നത് നമുക്ക് ശേഖരിക്കാൻ സാധിച്ചു. ഈ റോട്ടറി ക്ലബ്ബ് ഓഫ് അപ് ടൗൺ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, ഈ സുന്ദരമായ ഒരു മേപ്പാറ ഗ്രാമം ഇന്നിവിടെ ഒരുക്കിത്തരികയാണ്. അത് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഈ മേപ്പാറ നിവാസികളായ നിങ്ങൾ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ്. നമുക്കറിയാം, പരിസരം മലിനമായി കിടന്നാൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ, രോഗങ്ങൾ ഒക്കെ വളരെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റും അതുപോലെ ഗ്രാമപഞ്ചായത്തും ഒക്കെ ഹരിതകർമ്മ സേനാ അംഗങ്ങളെ വിന്യസിച്ചുകൊണ്ട് വാതിൽപ്പടി സേവനം നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നാളെ നമ്മുടെ കാലിൽ കിട്ടുന്ന ഒരു വേളാളമായി തന്നെ നമ്മളെ തിരിഞ്ഞു കടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്ന് വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭൂമി മലിനപ്പെടുത്തുന്നു, ശുദ്ധ ജലം മലിനപ്പെടുത്തുന്നു, നമ്മുടെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ തകിടം മറിക്കുന്നു, ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും ഒക്കെ ഈ പ്രകൃതിയോട് ചെയ്യുന്നത്. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ്മോൻ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് റോട്ടറി ക്ലബ്ബ് എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് ചിന്തിക്കുകയും ഓരോ പ്രാദേശികമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എവിടെന്നേലും ഗവൺമെന്റോ ഏതെങ്കിലും കൊടുക്കുന്ന ഒരു സംഭാവനയുടെ ഭാഗമായിട്ടല്ല. കാരണം നമുക്കറിയാം, നമ്മുടെ ലോകത്ത് നിന്ന് തന്നെ പോളിയോ രോഗത്തെ തുടച്ചു നീക്കുക എന്ന വളരെ ഹെർക്കൂലിയൻ ടാസ്ക്, അത് നിറവേറ്റാനായിട്ടുള്ള ഫണ്ട് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കുമെല്ലാം നൽകുന്നത് റോട്ടറി ക്ലബ്ബ് ഓഫ് ഇന്റർനാഷണൽ എന്ന സംഘടനയാണ്. ഈ സംഘടന നമ്മുടെ ഈ കട്ടപ്പന പ്രദേശത്ത് രണ്ട് ക്ലബ്ബാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും മഹനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് ഈ സംഘടനയുടെ വിവിധ പ്രവർത്തനങ്ങളുമായിട്ട് പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലോകം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന, ലോകം നമ്മളെ ആഹ്വാനം ചെയ്യുന്ന, ഐക്യരാഷ്ട്രസഭ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് എന്നതിൻ്റെ ഏറ്റവും ഇവിടെ നമ്മുടെ ഈ പ്രദേശം തെരഞ്ഞെടുത്തത് തന്നെ വളരെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കറിയാം എത്ര
സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു നമ്മുടെ ഒരു കൊച്ചു ഒരു ഗൾഫ് എന്ന് പറയാറ്. കട്ടപ്പനയുടെ ഈ പ്രദേശം അല്ലെങ്കിൽ കാഞ്ചാറിന്റെ ഈ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് എന്ന് പറഞ്ഞ് തന്നെ പറയാമായിരുന്നു. കാരണം എന്നാൽ ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഞങ്ങൾ ഇതുവഴി ഈ പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ പ്രദേശത്തെ ഹിന്ദി നമ്മുടെ ഇവിടെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്ത നമ്മളെ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നും കുടിയൻ മൈഗ്രന്റ് എന്നാണ് നമ്മുടെ സർക്കാർ ഭാഷയിൽ പറയുന്നത്. എന്നാൽ അവര് മൈഗ്രന്റ് എന്ന് നമുക്ക് പറയാൻ പാടില്ല. കാരണം ഒരു ഇന്ത്യക്കാരെന്ന് പറയുന്ന ആള് മൈഗ്രന്റ് ആവുകയില്ല. മറ്റൊരു രാജ്യത്തു നിന്ന് കുടിയേറി പാർത്ത ആൾക്കാരാണെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. എന്നാൽ നമ്മളിവിടെ കണ്ടു അവരെത്ര ആത്മാർത്ഥമായിട്ടാണ് ഈ നമ്മുടെ റോട്ടറി പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പൊ അവരുടെ വേദനകളായിരുന്നു. അവരുടെ പകർച്ചവ്യാധികൾ ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഈ പ്രദേശങ്ങളിലേക്ക് എത്തി വന്ന സമയത്ത് അവരുടെ ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ പ്രദേശം ആകെ കരിഞ്ഞുണങ്ങി കിടക്കുകയാണ്. ഏലമെല്ലാം കരിഞ്ഞുണങ്ങി. ചടങ്ങിൽ ഹരിതകർമ്മസേനാംഗം ബെൻസിക്ക് ആദരവ് നൽകി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി അനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ബിന്ദു മധുക്കുട്ടൻ, പ്രിയ ജോമോൻ, റോട്ടറി ക്ലബ് സെക്രട്ടറി പ്രദീപ് എസ് മണി, പ്രോഗ്രാം കോർഡിനേറ്റർ കെ എ മാത്യു, എ എസ് അഭിലാഷ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ, ആശാവർക്കർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല, കട്ടപ്പന.